അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 3ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദ്ദർസു സാലിസ്, 3ാമത്തെ പാഠം, മിഫ്താഹുൽ ജന്ന. മിഫ്താഹുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ താക്കോൽ എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഈ പാഠത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അസാനിന് സമയമായി, നമുക്ക് കളി നിർത്താം, മസ്ജിദിൽ പോയി നിസ്കരിക്കാം, അബ്ദുള്ള പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് നിസ്കരിച്ചാൽ പോരെ? ഷമീർ ചോദിച്ചു. ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം, അത് ഏറെ പ്രതിഫലമുള്ളതാണ്. അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, അബ്ദുള്ള പറഞ്ഞു. അവർ ഒന്നിച്ച് മസ്ജിദിലേക്ക് നടന്നു. മസ്ജിദിലേക്കുള്ള ഓരോ കാൽവെപ്പിനും പ്രത്യേകം പ്രതിഫലമുണ്ട്, അബൂബക്കർ ഓർമ്മിപ്പിച്ചു. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് കൂട്ടുകാർ നല്ലവണ്ണം പഠിച്ചു വെക്കണം കേട്ടോ, എക്സാമിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മിഫ്താഹുൽ ജന്നത്തി സ്വലാഹ്, സ്വർഗത്തിന്റെ താക്കോൽ നിസ്കാരമാണ്. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നമ്മള ഉൽ ഫറാഗ്, വിട്ടത് പൂരിപ്പിക്കാനുള്ളതാണ്. ഇവിടെ നമുക്കൊരു ബോക്സിൽ നല്ല കുട്ടികൾ എന്ന് കൊടുത്തിരിക്കുന്നു. ഇപ്പുറത്ത് ആദ്യ സമയത്ത് നിസ്കരിക്കും എന്ന് കൊടുത്തിരിക്കുന്നു. ബാക്കിയുള്ളത് നമ്മളാണ് പൂരിപ്പിക്കേണ്ടത്. നല്ല കുട്ടികൾ ആദ്യ സമയത്ത് നിസ്കരിക്കും. നല്ല കുട്ടികൾ മസ്ജിദിൽ പോയി നിസ്കരിക്കും. നല്ല കുട്ടികൾ 5 വക്ത് കൃത്യസമയത്ത് നിസ്കരിക്കും. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുജീബ്. ആദ്യത്തെ ചോദ്യം, ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം, കാരണമെന്ത്? ഉത്തരം, അതിന് ഏറെ പ്രതിഫലമുള്ളതുകൊണ്ട്. അടുത്ത ചോദ്യം, അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്ന കാര്യം ഏത്? ഉത്തരം, നിസ്കാരം. അടുത്ത ചോദ്യം, ഓരോ കാൽവെപ്പിനും പ്രതിഫലം ലഭിക്കും, ആർക്ക്? ഉത്തരം, നിസ്കരിക്കാൻ മസ്ജിദിൽ പോകുന്നവർക്ക്. അടുത്ത പ്രവർത്തനം അക്തുബുൽ മഅന, അർത്ഥം എഴുതാനുള്ളതാണ്. അസ്സലാത്തു മിഫ്താഹുൽ ജന്ന, ഇതിന്റെ അർത്ഥം നിസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണ്. അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം, സ്വർഗത്തിന്റെ താക്കോൽ നിസ്കാരമാണ്. ഈ 2 ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അടുത്ത പേജ് നോക്കൂ, നക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ആ കൊടുത്തിരിക്കുന്ന ബോക്സുകളിൽ എഴുതണം. മിഫ്താഹുൽ ജന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം, മസ്ജിദുൻ, അസാനുൻ, അബ്ദുള്ള, അബൂബക്കറിൻ. ഇതെല്ലാം അതുപോലെ തന്നെ ആ കൊടുത്തിരിക്കുന്ന ബോക്സുകളിൽ എഴുതണം. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.